ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കുട്ടി, ഞാനൊരു സ്കിൻ ഡോക്ടർ അല്ല. ഐ എം എ ഗൈനക്കോളജിസ്റ്റ്. വാട്ട്? ഗൈനക്കോളജിസ്റ്റ്? യെസ്. കുട്ടിയുടെ വിർജിനിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടാ. അതിന് ഇഞ്ചക്ഷൻ എടുക്കണം. എന്തെങ്കിലും മാറ്റം ഉണ്ടായാ എനിക്ക് തിരുത്തി പറയേണ്ടി വരും. മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല ഡോക്ടർ. ശരി. രുക്മിണിയുടെ കൂടെ വന്നത് നിങ്ങളല്ലേ? അതെ ഡോക്ടർ. പേഷ്യന്റ് കുറച്ച് ക്രിട്ടിക്കലാ. ECGയില് ഹൈ വേരിയേഷനാ കാണിക്കുന്നത്. ഒരു ആൻജിയോഗ്രാം ചെയ്യണം. അതില് എത്ര ബ്ലോക്ക് ഉണ്ടെന്ന് ആദ്യം കണ്ടെത്തണം. എങ്കിലേ ആൻജിയോപ്ലാസ്റ്റി ചെയ്യണോ അതോ ബൈപ്പാസ് സർജറി ചെയ്യണോന്ന് തീരുമാനിക്കാൻ പറ്റൂ. പിന്നെ പേഷ്യന്റിന് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് സാധിച്ചു കൊടുക്കാൻ ശ്രമിക്കാം. പിന്നത് നടന്നില്ലെങ്കിലോ പ്രാർത്ഥിക്കുക. കാരണം ഞങ്ങൾ പ്രവർത്തിക്കുന്നേ ഉള്ളൂ. എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. ഹോസ്പിറ്റലാ, ആൾക്കാർ കാണും. അളിയ, ഈ കെട്ടിപ്പിടിക്കുന്ന വേറെ അർത്ഥം കൊണ്ടൊന്നുമല്ലല്ലോ, ഒരാശ്വാസത്തിന് വേണ്ടിയല്ലേ. ഒന്ന് ആശ്വസിപ്പിക്കളിയ. ഒന്ന് പോയി അല്പം മനുഷ്യത്തെ കാണിക്കേ. ഈ കെട്ടിപ്പിടുത്തം ഞാൻ വിടാൻ വേണ്ടി പിടിച്ചതല്ല. ഇനി ഒരിക്കലും രാജു എന്നീന്ന് അടർന്നു മാറാതിരിക്കാൻ വേണ്ടി പിടിച്ചതാ. ഇനി ഞാൻ രാജുവിനെ വിട്ടുകളയില്ല, ഒരിക്കലും. അതിനുള്ളതെല്ലാം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് രാജു. നീ അതിനുവേണ്ടി തയ്യാറായിക്കോ രാജു. രമ്യ, ഒന്ന് മാറി. രമ്യ, സെഡേഷനുള്ള ഒരു ഇഞ്ചക്ഷൻ എടുക്കണം. പൊള്ളലിന് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് എന്തിനാ സെഡേഷന്റെ ഇഞ്ചക്ഷൻ? എന്താ എന്നെ കാണണമെന്ന് പറഞ്ഞ? എനിക്കിനി ആയുസ് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ പെട്ടെന്ന് തന്നെ പറയാം. എനിക്കൊരാഗ്രഹമുണ്ട്. അത് രാജുവിനെ കൊണ്ട് സാധിച്ചു തരാൻ പറ്റൂ. ഇഞ്ചക്ഷൻ ഒന്നും വേണ്ട ഡോക്ടർ. എനിക്കിപ്പോ പെയിന് നല്ല കുറവുണ്ട്. അല്ല ഡോക്ടർ, എന്തിനാ ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറയുന്നത്? കുട്ടി, ഞാനൊരു സ്കിൻ ഡോക്ടർ അല്ല. ഐ എം എ ഗൈനക്കോളജിസ്റ്റ്. വാട്ട്? ഗൈനക്കോളജിസ്റ്റ്? യെസ്. കുട്ടിയുടെ വിർജിനിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടാ. അതിന് ഇഞ്ചക്ഷൻ എടുക്കണം.
ഏയ് ഋതികേ, നിക്കേ. അല്ല, എന്റെ എന്തോ സഹായം വേണമെന്ന് പറഞ്ഞിട്ട് എന്തോന്നും പറയാത്ത? എനിക്ക് രമ്യയുടെ വിവാഹം നടന്നു കാണണമെന്ന് ആഗ്രഹമുണ്ട്. അത് നടന്നു കഴിഞ്ഞാ പിന്നെ എനിക്ക് സമാധാനത്തോടെ മരിക്കാം. എന്താ അളിയാ? അതുകൊണ്ട് രാജു രമ്യയുടെ കഴുത്തിൽ താലി കെട്ടണം. ഇപ്പോ ഇവിടെ വച്ച്. അളിയ കെട്ട്. ഞാൻ സുഖമില്ല നടക്കുന്ന ഒരാളുടെ ആഗ്രഹമല്ലേ? അളിയ ധൈര്യത്തോടെ കെട്ടിക്കോ. അളിയ നിന്ന് താളം ചവിട്ടാതെ അങ്ങോട്ട് കെട്ടളിയ. നോക്ക്, അവരുടെ ആഗ്രഹം നടക്കാതിരിക്കാൻ പാടില്ല. എനിക്ക് വളർന്നു വരുന്നതേ ഒരു പെങ്കൊച്ച. ആ കൊച്ചിനും ഇവരുടെ ശാപം കിട്ടാതിരിക്കണമെങ്കിൽ അളിയ താലി കെട്ടണം. ഞാൻ കിട്ടുന്നതും അളിയന്റെ കൊച്ചിനെ ശാപം കിട്ടുന്നതും തമ്മിൽ എന്താ ബന്ധം? അതൊന്നും പറഞ്ഞുതരാൻ എനിക്ക് വലിയ വൈജ്ഞാനിക ബുദ്ധിയൊന്നുമില്ല. പക്ഷെ ശാപം കിട്ടും, അതുറപ്പാ. അളിയൻ കെട്ട്. അല്ല, ഈ കെട്ട് കെട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കെട്ടാനായിട്ട് താലി വേണ്ടേ? താലിയില്ലാതെ കൈവച്ച് കെട്ടാൻ പറ്റില്ലല്ലോ. താലി എന്റേലുണ്ട്. രാജുവിനെ കെട്ടേണ്ട ഒരു സാഹചര്യം വന്ന അതിനുവേണ്ടി പണിയിപ്പിച്ചെടുത്തതാ ഈ താലിയും മാലയും. ഞാനിപ്പോഴും അതെന്റെ ബാഗിൽ കൊണ്ടു നടക്കും. അളിയ, താലി റെഡി. ഇനി എന്തിനാ ആളെ നിന്ന് താമസിക്കുന്നേ? കെട്ടളിയ.